ഈ പാർട്ടി കോൺഗ്രസ് കഴിയുന്നതോടുകൂടി പിണറായി യുഗം CPM-ൽ അവസാനിക്കും എന്ന് തന്നെയാണ് ഈ പാർട്ടിയുടെ അണികൾ വിശ്വസിക്കുന്നത്. പിണറായി യുഗം അവസാനിക്കുകയും പാർട്ടി പിളരുകയും ചെയ്യും. പാർട്ടി പിളരുന്നത് ആരുടെ നേതൃത്വത്തിലായിരിക്കും എന്നും ആളുകൾ പറയുന്നുണ്ട്. പി ജയരാജൻ, അതുപോലെ തന്നെ തോമസ് ഐസക്, ജി സുധാകരൻ, അതുപോലെ സുരേഷ് കുറുപ്പ്, കോട്ടയത്തുള്ള പഴയ MLA ആയ സുരേഷ് കുറുപ്പ്, ഇവരൊക്കെ ചേർന്നിട്ട് പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ വഴി തുറക്കും. കാരണം ഈ CPM പ്രസ്ഥാനം എന്താണ് നശിച്ച് ഇല്ലാതായി കഴിഞ്ഞു. അത് നശിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം പിണറായി വിജയനാണ് എന്നാണ് അണികൾ പറയുന്നത്. ഇത് വെറുതെ പറയുന്നതല്ല, വെറും വാക്കല്ല. ഇത് ഏരിയ സമ്മേളനങ്ങളിലെ പൊട്ടിത്തെറികൾ 8 ജില്ലകളിലായി നടന്ന 28 ഏരിയ സമ്മേളനങ്ങളിലും പ്രശ്നമാണ്, വിഭാഗീയതയാണ്. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടു, തിരുവല്ലയിൽ പ്രശ്നം, അതുപോലെ ഇനി കായംകുളം ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ട ഘട്ടത്തിലായി എത്തിക്കഴിഞ്ഞു. ആളുകൾ കൊഴിഞ്ഞു പോകുന്നു. ധാരാളം CPM പ്രവർത്തകർ BJP-യിലേക്ക് കുടിയേറുകയാണ്, ചേക്കേറുകയാണ്. ഇതൊക്കെ വിഭാഗീയതയുടെ പേര് പറഞ്ഞ് അണികളെ ഇല്ലായ്മ ചെയ്യാൻ ഈ നേതൃത്വം ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് അണികൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നതും വിട്ടുമാറിപ്പോകുന്നതും. എല്ലാ ഏരിയ സമ്മേളനങ്ങളും വിഭാഗീയതയാണ്. പിണറായിക്കെതിരെയാണ് ആഞ്ഞടിക്കുന്നത്. പിണറായിയുടെ അഹങ്കാരം, അഹന്ത, ഇത് പാർട്ടിയെ നശിപ്പിച്ചു, പാർട്ടിയിൽ നിന്ന് ജനങ്ങളെ അകറ്റി. എല്ലാവരും പിണറായി വിജയന്മാരാണെന്ന് ലോക്കൽ സെക്രട്ടറിയും ബ്രാഞ്ച് സെക്രട്ടറിയും വിശ്വസിച്ചു. അതായത് ബ്രാഞ്ച് സെക്രട്ടറിയും പറയും ഞാനും പിണറായി വിജയനാണ്, ലോക്കൽ സെക്രട്ടറി പറയും ഞാനും പിണറായി വിജയനാണ്, ഏരിയ സെക്രട്ടറി ഞാനും പിണറായി വിജയനാണ്. ആ തരത്തിൽ മസിൽ പിടിച്ച് അഹങ്കാരം കാണിക്കാൻ തുടങ്ങിയതോടെ ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നുപോയി. ഇനി പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, അദ്ദേഹത്തെയും ഇതുപോലെ തന്നെയാണ് ആളുകൾ പരിഹസിക്കുന്നത്. അഹങ്കാരം, അഹന്തയ്ക്ക് കയ്യും കാലും വെച്ച നേതാവ്. ഒരു തരത്തിലും മനുഷ്യന്മാർ ഇദ്ദേഹത്തെ കേൾക്കുകയില്ല, ഇദ്ദേഹത്തെ അനുസരിക്കുകയില്ല. കാരണം അത്ര വെറുപ്പിക്കലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ പാർട്ടി തകർന്നു പോകുന്നത് എന്ന് ഈ ഏരിയ സമ്മേളനങ്ങളിലെ വിഭാഗീയതയിൽ നിന്ന് ആ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽപ്പെട്ട ആളുകൾ, ലോക്കൽ കമ്മിറ്റിയിൽപ്പെട്ട ആളുകളൊക്കെ വിളിച്ചു പറയുകയാണ്. അതാണ് ഒട്ടും സഹിക്കവയ്യാതെ ഏരിയ കമ്മിറ്റികൾ പിരിച്ചുവിടുന്നത്. കാരണം എന്താണ്? ചീത്തവിളി, നിരന്തരം ചീത്തവിളിയല്ലേ. ഏതെങ്കിലും ഒരു കോളാമ്പി വെച്ചിട്ട് നമ്മൾ ശത്രുവിൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യും? ഇത് വലിയ ശബ്ദത്തിൽ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ കോളാമ്പി അടിച്ച് പൊട്ടിക്കുക, അല്ലാതെ വേറെ നിവർത്തിയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. അതുപോലെയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ്? ഏരിയ കമ്മിറ്റി പിരിച്ചുവിടുക, ലോക്കൽ സമ്മേളനം നടത്താതിരിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ഇതിനെ ഒഴിവാക്കുക. വിഭാഗീയത പ്രവർത്തനമെന്ന് ഓമന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിലും ഈ വിഭാഗീയത എന്ന് പറയുന്നത് പിണറായി വിജയനെതിരെയുള്ള വെല്ലുവിളികളാണ്, MV ഗോവിന്ദനെതിരെയുള്ള വെല്ലുവിളികളാണ്. പിണറായിക്ക് പ്രായം 75 കഴിഞ്ഞു. അതുകൊണ്ട് ഈ പ്രായത്തിൻ്റെ പേര് പറഞ്ഞ് തന്നെ പിണറായി വിജയൻ പാർട്ടിയുടെ സ്ഥാനങ്ങളിൽ നിന്ന് ഒരുപക്ഷെ പിൻവാങ്ങിയേക്കാം ഈ പാർട്ടി കോൺഗ്രസോടുകൂടി. അതുപോലെ അനാരോഗ്യവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആഗ്രഹമുണ്ട്, ഒരു സ്വകാര്യമായ കൊച്ചിഷ്ടം എന്ന് അണികളാണ് പറയുന്നത്, ഞാനല്ല. മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക, എൻ്റെ മരുമകനല്ലേ, മുഖ്യമന്ത്രി കസേരയിൽ ഒരു വർഷമെങ്കിൽ തികച്ചിരുന്നോട്ടെ എന്ന് പറഞ്ഞ് മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കുക. അപ്പോഴാണ് അണികൾ പറയുന്നത് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചാൽ മതി, ആ പരിപ്പ് ഈ കലത്തിലിട്ട് വേവിക്കണ്ട, മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രി ഒന്നും ആക്കേണ്ടതില്ല, ആവശ്യമേ ഇല്ല. പിന്നെ നിങ്ങളെടുത്ത് വെച്ച മന്ത്രിമാർ എല്ലാവരും പൊട്ടന്മാരാണെന്ന് പറയണേ. KN ബാലഗോപാലും P രാജീവും MP രാജേഷും ഒക്കെ പൊട്ടന്മാരിൽ പൊട്ടന്മാരെന്നാണ് ആളുകൾ പറയുന്നത്. ഇത് ഞാൻ പറയുന്നതല്ല, വിഭാഗീയതയുടെ ഭാഗമായി ഈ കമ്മിറ്റികളിൽ ആളുകൾ വിളിച്ചു പറയുന്നതാണ്. ഇതൊക്കെ കേൾക്കാൻ ഇവർക്ക് സന്മനസ്സുമില്ല. അതുകൊണ്ട് ഇനി മുഹമ്മദ് റിയാസിനെ മുഖ്യമന്ത്രിയാക്കിയിട്ട് പിണറായി വിജയൻ ഒഴിഞ്ഞു പോവുകയാണെങ്കിൽ അത് വലിയ സംഭവമായിരിക്കും. എന്താണ്? ന്യൂനപക്ഷ പ്രീണനം എന്ന പേര് ലഭിക്കും എന്നൊക്കെ പാർട്ടി ന്യായീകരണവുമായി കൊണ്ടുവരേണ്ട. മുഹമ്മദ് റിയാസിനെ ഒന്ന് മുഖ്യമന്ത്രിയാക്കാനൊന്നും ഇവിടെ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പാർട്ടി ഒന്നടങ്കം പറയുന്നു. അതുകൊണ്ട് CPM-ൻ്റെ ഈ പാർട്ടി കോൺഗ്രസ് ഏറെ നിർണായകമാണ്. ശ്രീ പിണറായി വിജയനും അതുപോലെ തന്നെ മരുമകൻ മുഖ്യമന്ത്രി കസേരയിലേക്ക് കണ്ണുനട്ടിരിക്കുന്ന ശ്രീ മുഹമ്മദ് റിയാസിനും.